ക്ലാസ് സ്റ്റക്കായതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കൺട്രോൾ പാനലിൽ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല കാണിക്കുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ എപ്പോഴും ശരി, ഇപ്പോഴേകദേശം എനിക്കിപ്പോഴും കാണിക്കുന്ന പോലെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. ഇതാണ് നമ്മുടെ അവസാന ഭാഗം. അപ്പം നമ്മുടെ ക്ലാസ് കുറെ കൂടി അഡ്വാൻസ് ആയി തീരുകയും കുറെ കൂടി ആഴത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. ആഴത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കുറച്ച് ക്രിയകളായിരുന്നു, ഇപ്പം കൂടുതൽ ക്രിയകൾ പഠിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം പഠിച്ച ക്രിയകളുടെ ആഴത്തിലേക്ക് പോകുന്നു, പിന്നെ കുറച്ച് ഗ്രാമർ കൂടെ കൂടുതൽ പഠിക്കുന്നു. ഇതാണ് നമ്മൾ തുടങ്ങിയ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ് ഇപ്പോൾ തീർക്കുന്നത്, പരിസമാപ്തിയിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇന്ന് അവസാനം പെർസെൻറ്റേജ് ഇട്ടാരാ, എത്ര ശതമാനം ഇട്ടായിരുന്നു? ഏറ്റവും കുറച്ചിട്ട ആൾ പറഞ്ഞു ഞാൻ ഇത്ര ശതമാനം എനിക്ക് കിട്ടുന്നുള്ളെന്ന്. 90% കുറവ് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കുമ്പോൾ, നിങ്ങൾ പഠിക്കാത്ത പേജുകൾ വായിച്ചു നോക്കുമ്പോൾ 90% കുറവ് കിട്ടുന്നുണ്ടോ? കിട്ടില്ല, എനിക്ക് 90% കുറവാണോ? ഇല്ല, 90% കിട്ടുന്നുണ്ട്. ചോദിക്കുന്നത് 90% എനിക്ക് അത്രയും കിട്ടുന്നില്ല, 90% കിട്ടുന്നില്ല എന്ന് നിങ്ങളെ ഫെയിലാക്കാൻ വേണ്ടി പറയുന്നല്ല, എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നു 80% കിട്ടുന്നു എന്ന് പറയുന്നു എന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതുവരെയും പറയുന്നത്. ഇപ്പോൾ ഇറങ്ങിയ പാഠപുസ്തകത്തിലും പഴയ കണക്കേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, പുതിയ കണക്ക് കൊടുത്തിട്ടില്ല. കാരണം സിലബസ് പരിഷ്കരിക്കുകയാണ് നമ്മൾ ചെയ്തത്, നമ്മുടെ അവകാശവാദം പരിഷ്കരിച്ചില്ല. നിങ്ങൾ ഈ സിലബസ് പരിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ 100% പഠിപ്പിക്കാൻ പോവുകയാണെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്ന വൊക്കാബുലറി, ആ പദങ്ങളുടെ പട്ടിക ശതമാനക്കണക്കിൽ വ്യത്യാസം വരുത്താതെ തന്നെ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളെ പഠിപ്പിക്കുന്നു, വ്യാകരണങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കണക്ക് പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി അടുത്ത പുസ്തകത്തിൻ്റെ പരിഷ്കരണത്തിൽ മാത്രമേ ആ കണക്ക് നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അതിന് കൃത്യമായി 90%-നും 95%-നും ഇടയിലാണ് ഇപ്പോൾ കണക്ക് വരേണ്ടത്. അത് എൻ്റെ മനക്കണക്കാണ്, എൻ്റെ മനസ്സിലുള്ള കണക്കാണ്. 90% വ്യാകരണം, 90% പദങ്ങൾ, 95% വ്യാകരണം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള കണക്ക്. അത് ഏകദേശം അങ്ങനെ വരേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ആ തലത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 90%-ൽ കുറയാതെ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് അടുത്ത സിലബസ് പരിഷ്കരണത്തോടുകൂടി നമുക്ക് ആ കണക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആകും. സിലബസ് പരിഷ്കരണം ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ഈ സിലബസിൽ ഈ നിലയിലാണ് ഇന്നുള്ള മനുഷ്യരുടെ അവസ്ഥയിൽ ഖുർആൻ പഠനം ഒരു ജനറൽ അവയർനെസ് വെച്ച്, ഞാൻ ഇപ്പോൾ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ള പഠിതാക്കളെ നേരിട്ടും ഓൺലൈനായും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള സംഗതി ഇതാണ്. ഇനി ഇതിൽ സ്പീഡ് കൂട്ടാനും പാടില്ല, സ്പീഡ് കുറയ്ക്കാനും പാടില്ല. കുറച്ചാലും എന്ത് ചെയ്യും, പഠനത്തെ ബാധിക്കും. സ്പീഡ് കൂട്ടിയാലും അത് പഠനത്തെ ബാധിക്കും. നബയിലെ 39-40 സൂക്തങ്ങളാണ് നമ്മൾ വായിച്ചത്.
ഇതിൽ ഇലാ റബ്ബിഹി മആബ ഏതാണ് പുതിയ വാക്ക്? മആബൊക്കെ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അഭയസ്ഥാനം നമ്മൾ പഠിച്ചു. ഇതില് മടക്കസ്ഥാനം എന്നാണ്. ഇതിൽ മടക്കസ്ഥാനം അഭയസ്ഥാനം രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഖുറാൻ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി ചിലർക്കും ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച് മനസ്സിലായിട്ടുണ്ട്. ഉണ്ടായില്ലേ? ഖുറാൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയും. കുറച്ചൊക്കെ മനസ്സിലായി. നമ്മളെ ക്ലാസ്സിൽ നിന്നും ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു. നമ്മളെ ക്ലാസ്സിൽ നിന്നും ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചവര്. പിന്നെ മലയാളം ഗ്രാമർ പഠിച്ചവര്. മലയാളം കുറെയൊക്കെ മനസ്സിലായി. അപ്പൊ ഇനിയും നമ്മൾ കുറച്ചുകൂടി മലയാളം മനസ്സിലാക്കാനുണ്ട്. അത് ഞാൻ മലയാളം ഗ്രാമറും ഇംഗ്ലീഷ് ഗ്രാമറും പഠിച്ചു എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ അവകാശപ്പെടുന്ന എനിക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം എന്ന് അവകാശപ്പെടുമ്പോൾ നമുക്ക് അതിലെ ഗ്രാമറൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഖുർആൻ അറബി ഭാഷയുടെ ഗ്രാമർ അറിയില്ലെങ്കിൽ എന്തുകൊണ്ട് അറബി ഭാഷ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പറയുന്നു? ഏതൊരു ഭാഷയുടെയും ഗ്രാമർ അറിയാതെ തന്നെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാമർ എന്ന് ഞാൻ പറഞ്ഞാൽ ഗ്രാമർ ഒട്ടും അറിയില്ലെന്നല്ല. പക്ഷെ നമ്മൾ വിചാരിച്ചത് കുറേ ഗ്രാമർ ഉണ്ടല്ലോ, കുറേ അധികം ഗ്രാമർ നമ്മൾക്ക് ഗ്രാമറിന്റെ പല നിയമങ്ങളും അറിയാതെ തന്നെ ഭാഷ മനസ്സിലാകും. അത് ആ നിലവാരത്തിൽ വെച്ച് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് അറബി ഭാഷയിൽ നിന്നും അറിയേണ്ട വേണ്ടത്ര ഗ്രാമർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, മആബ് പഠിച്ചു കഴിഞ്ഞു. യാ ലൈതനി പഠിച്ചു. തുറാബ് പഠിച്ചു. തുറാബ് എന്താണ്? മണ്ണ്. അപ്പൊ ഇതിൽ പുതിയ വാക്കുകളൊന്നുമില്ല. യദാഹുവിന്റെ എന്താണ്? തിർബുൻ ചെമ്മു തുറാബ് എന്താ? അല്ല, അത് രണ്ടും വേറെ വേറെ പദങ്ങളാ. അല്ല, തുറാബ് ഇതിലിങ്ങനെ കാണുന്നു. മറ്റേതും തുറാബ് തന്നെയല്ലേ? തിർബ് മറ്റേ ഇത് തുറാബ്. തിർബിന് തുറാബ് എന്ന് പറഞ്ഞോ? അല്ല, തിർബിന്റെ ജമ്മ് തുറാബല്ലേ? തിർബിന്റെ ജമ്മ് തുറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ ആരെങ്കിലും കേട്ടായിരുന്നു അങ്ങനെ? ഇല്ല. തിർബിന്റെ ബഹുവചനം എന്താ? അത്രാബനല്ലേ? മാറും കേട്ടാ. ഇനി മാറിയാൽ പെണ്ണുങ്ങളെ വരാതി പറയും. പെണ്ണുങ്ങൾ പരാതി പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ മാറിപ്പോകാതെ സൂക്ഷിക്കാം. ഇനി ഉസ്താദ് കോഴിക്കോട് പോകുമ്പോ ഒരു അടി വെച്ചു കൊടുത്താൽ നല്ല പഠിക്കണ കുട്ടിയായിരുന്നു. ആശുത്ത ഒക്കെ തെറ്റ പറയുന്നത്. അവരെ സ്ഥലത്ത് എത്തണമെങ്കിൽ കുറെ പണിയുണ്ട്. ഓക്കെ, തെറ്റ് പറഞ്ഞാൽ ശരി പഠിക്കുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ തുറാബ് എന്താണ്? മണ്ണ്. തിർബ് അങ്ങനെയൊന്നും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പോക്കറ്റ് ഗൈഡ് വെച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്, അതല്ല പുതിയ സിലബസിലാണ് പഠിക്കാൻ തുടങ്ങിയത്? പഴയ പോക്കറ്റ് ഗൈഡാണ്. പഴയ പോക്കറ്റ് ഗൈഡ് വെച്ചാണ് പഠിക്കാൻ തുടങ്ങിയത്. അതിലാ പഠിച്ചോണ്ടിരിക്കുന്നത്. ഈ പോക്കറ്റ് ഗൈഡ് നന്നായിട്ട് കാണാൻ പഠിച്ചോളണം. അതിന് മുകളിലത്തെ വാക്കും താഴത്തെ വാക്കും തമ്മിൽ യോജിപ്പ് വരുന്നത്. ഏതിന്റെ? ഇർബുൻ എന്ന് പറയുമ്പോഴേ അതിന്റെ മുകളിൽ വേറെ വാക്കുണ്ടാവും. അത് സമപ്രായക്കാരെന്നല്ലേ? സമപ്രായക്കാരില്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരണിയെ കിട്ടി? അങ്ങനെ എന്തോ ഒരു ഓർമ്മയുള്ളൂ. അത് അതിന്റെ മുകളിലത്തെ വാക്കാണ്. അത് പിന്നെ എന്ത് അതാ പറഞ്ഞത്. അപ്പൊ മുകളിലത്തെ വാക്കും താഴത്തെ വാക്കും എന്ത് ചെയ്യരുത്? പരസ്പരം മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോകാതിരിക്കാനുള്ള പണി എന്താ? എന്ത് ചെയ്യും? മുകളിൽ താഴോട്ട് ചോദിക്കണം. ഒരാളുടെ ബുക്ക് ഒരാളുടെ കൊടുക്കണം. പോക്കറ്റ് ഗൈഡ് ഒരാളെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഒക്കെ നീ ചോദിക്കെന്ന് പറയണം.
ഒരാളെ കൊടുക്കാൻ തുടങ്ങിയ രണ്ടുപേര് നിങ്ങൾ ഒരു 2-3 പേരുടെ ടീം ഉണ്ടാക്കണം. ഞങ്ങൾ ടീമുണ്ട്. ഞങ്ങൾ ടീമിൽ ഇപ്പൊ കയറാൻ ആരും വിളിക്കാറില്ല. 2-3 പേരുടെ ടീം അല്ലാതെ ഒരുപാട് പേരല്ല. നിങ്ങൾ 10 അല്ല, പേരുണ്ടെങ്കിൽ 3 10 പേരായിട്ട് ചുരുങ്ങണം. 3 പേരുടെ ടീം ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരാൾ ചോദിക്കണം. ചോദിച്ചിട്ട് മൊബൈലിൽ റെക്കോർഡില്ല, ഫോണിൽ റെക്കോർഡില്ലേ, വിളിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ഒരാൾ ചോദിക്കും, മറ്റേയാൾ മറുപടി പറയണം. അടുത്തയാൾ തിരിച്ച് ചോദിക്കും, അടുത്തയാൾ മറുപടി പറയണം. ഒരാൾ ചോദിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് ചോദിക്കണം, അടുത്തയാൾ ചോദിക്കുന്നത് താഴെ നിന്ന് മുകളിലോട്ട് ചോദിക്കണം. അങ്ങനെ ആയിരുന്നു പഠിച്ചിരുന്ന. ഇപ്പൊ ആരും ഇല്ല പഠിക്കാൻ. ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അങ്ങനെ പഠിച്ചിരുന്ന. അങ്ങനെ തന്നെ ഞങ്ങൾ പഠിച്ചേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ പഠിക്കണം. പഠിക്കാൻ ഞാൻ പറയുന്നത് പോലെ പഠിക്കണമെന്ന്. നിങ്ങൾ പരസ്പരം ചോദിച്ച് മാത്രം പഠിച്ചാൽ പോരാ. താഴെ നിന്ന് മുകളിലോട്ട് ചോദിക്കണം. അല്ലെങ്കിൽ മുകളിൽ ഒരു പ്രാവശ്യം താഴെ നിന്ന് മുകളിലോട്ട് ചോദിക്കണം, അടുത്ത പ്രാവശ്യം മുകളിൽ നിന്ന് താഴോട്ട് ചോദിക്കണം. അങ്ങനെയായിരുന്നു പഠനം കഴിഞ്ഞ എക്സാം വരെ. അപ്പൊ ഒരിക്കലും ഇതില്ല. തിർബിന്റെ മീനിങ് അർത്ഥം ചോദിക്കുമ്പോ കാഴിബിന്റെ അർത്ഥം പറയില്ല. അല്ലെങ്കിൽ ഗുരുതരമായ മിസ്റ്റേക്ക് ഉണ്ടായി പോകും. വേറെ ചില ചെല്ലുമ്പോഴത്തേക്ക് ഗുരുതരമായ മിസ്റ്റേക്ക് ആവും. ആ ഗുരുതരമായ മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ. ജാലിക്കൽ യൗമുൽ ഹഖ് എന്താർത്ഥം? ജാലിക്ക അത് യോമ ദിവസം, ഹക്ക് സത്യം, അത് സത്യത്തിന്റെ ദിവസമാണെന്നാ. സത്യത്തിന്റെ അതാണ് ദിവസം, സത്യത്തിന്റെ ദിവസം. അതാണ് യഥാർത്ഥ ദിവസം. അതാണ് യഥാർത്ഥ ദിവസം. ജാലിക്കൽ യൗമു അതാണ് ദിവസം. അൽ ഹഖു സത്യം, സത്യമായ. അപ്പൊ ഈ 2 വാക്കില്ലേ, 2 വാക്ക് തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിക്കാൻ തുടങ്ങിയ ഓർമ്മയുണ്ടല്ലോ. ബേസിക് മുതലാണ് 2 വാക്കുകൾ തമ്മിലുള്ള ബന്ധം പഠിക്കാൻ തുടങ്ങി. ഇവിടെ യൗമും ഹഖും തമ്മിലുള്ള ബന്ധം എന്താ? ഇളാഫത്ത്. എന്തുകൊണ്ട് ഇലാഫത്ത്? ഏതിന് കസറുണ്ട്? ഇലാഫത്ത് വന്നാൽ കസർ വേണ്ടേ? ഈ യോമുൽ ഹക്ക് ഇവാഫത്തല്ല, അല്ല് വരൂലല്ലോ ഇവാഫത്തിന് ഫസ്റ്റ്. ഇത് 2 അല്ല് വരുന്നത് യൗമിന്റെ വിശേഷണമാണ് ഹക്ക്. സത്യത്തിന്റെ ദിവസമല്ല, സത്യമായ ദിവസം, യാഥാർത്ഥ്യമായ ദിവസം. അതായത് ഒരു ദിവസം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം എന്താണ്? ഖിയാമത്ത് നാളാണ്. പിന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ പറയാണ്, നാളെ എന്താ ദിവസം എന്ന് പറയുന്നത്? വ്യാഴം അല്ലെ ബുധൻ? നാളെ ബുധനാണെന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? നാളെ വ്യാഴം, ഇന്ന് ബുധൻ. നാളെ ബുധനാണ് എന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇന്ന് ബുധൻ, നാളെ വ്യാഴം. അങ്ങനെയല്ല നാളെ വ്യാഴാണെന്നുള്ളതിൽ ഉറപ്പുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതേസമയം നാളെ ഖിയാമത്ത് നാളാണെങ്കിലോ? ഖിയാമത്ത് നാൾ തീർച്ചയായിട്ടും എന്നതിൽ സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഉറപ്പിക്കും. അതാണ് ഖിയാമത്ത് നാള് സംഭവിക്കുമോ? സംഭവിക്കും. അതാണ് യൗമുൽ ഹഖ്. ദാലിക്കൽ യൗമുൽ ഹഖ്. അപ്പം നമ്മൾ വിചാരിക്കാം, ഞാൻ എൻ്റെ പിറന്നാൾ അടുത്ത വർഷം ഇത്രാം തീയതിയായിരിക്കും എൻ്റെ പിറന്നാൾ. പിറന്നാളിന് യാതൊരു അർത്ഥമില്ല കേട്ടോ. നമ്മൾ നബിദിനം ആഘോഷിക്കാൻ പാടില്ല. നമ്മൾ സ്വന്തം ദിനമാണെങ്കിൽ ആഘോഷിക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം മുസ്ലിം സമൂഹം എത്തിയിരിക്കുന്നത്. എല്ലാവരും ബർത്ത്ഡേ, കുട്ടിയുടെ ബർത്ത്ഡേ, ഉമ്മയുടെ ബർത്ത്ഡേ, മറ്റേയാളുടെ ബർത്ത്ഡേ, അയാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് വരുന്നത്. നബിയുടെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കല എല്ലാവരും. അപ്പം ആരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ല. ഉദാഹരണം പറയാണ്, അടുത്ത ദിവസം ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല അത്. അതേസമയം ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു തന്നെ ഇരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട ഒരു ദിവസമുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ മാത്രമാണ്. ദാലിക്കൽ യൗമുൽ ഹഖ്. ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി മആബ. ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തഖദ എന്താർത്ഥം? സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ പിൻപറ്റി. ഇസ്തഹദ പിൻപറ്റി. സ്വീകരിക്കട്ടെ പഠിച്ചില്ലല്ലോ നമ്മൾ. സ്വീകരിച്ചു സ്വീകരിച്ചു പിൻപറ്റി. എന്താണ്?
ഇത്തഹദ സ്വീകരിച്ചു അല്ലെങ്കിൽ പിൻപറ്റി. ഇട്ടേന്ന് എവിടെ നിന്ന് കിട്ടിയത്? അത് ആയത്തിന്റെ ഒരുമിച്ച് അർത്ഥം പറയുമ്പോൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളതുപോലെ അർത്ഥം പറയാവൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതുപോലെ അർത്ഥം പറയാവൂ. ആയത്തിന്റെ ഒരുമിച്ച് അർത്ഥം വരുമ്പോൾ ഈ ആയത്തിൽ എന്താണ് അർത്ഥം അതനുസരിച്ച് അർത്ഥം പറയാവൂ. ഒരു വാക്ക് ഇത്തഹദ മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തഹദയുടെ അർത്ഥം എന്താണോ നമ്മൾ പഠിച്ചത് അത് തന്നെയാണ്. പിൻപറ്റി. ലോകത്ത് എവിടെ സ്വീകരിച്ചു ചെന്നാലും അല്ലെങ്കിൽ അറബി ഭാഷയിൽ പിൻപറ്റി. എപ്പോഴും ആ അർത്ഥം തന്നെയാണുള്ളത്. അപ്പൊ ഇവിടെ എന്താ ഈ മൻ ഷാ, മൻ എന്താണ്? മൻ ആര് ആര്? ആര് ഉപാധിയുടെ മന്നാണ്, ഉപാധിയുള്ള മന്നാണ്. മൻ ഷാ, ചോദ്യത്തിൽ ഏതൊരുവൻ ഉദ്ദേശിക്കുന്നുവോ. അപ്പൊ ഷാ എന്നുള്ള ഉദ്ദേശിച്ചു. മൻ ഷാ, ഏതൊരുവൻ ഉദ്ദേശിക്കുന്നുവോ. ഇത്തഹദ, ആ കണ്ടീഷന്റെ ആ ഉപാധിയുടെ റിസൾട്ട് എന്താ? സ്വീകരിച്ചു എന്നാണ്. അപ്പൊ സ്വീകരിച്ചു എന്ത്? പൂർണ്ണ ക്രിയയുടെ രൂപത്തിലാണ് വന്നേക്കുന്നത്. കാരണം എന്താ? ഉപാധിയും അതിന്റെ ആൻസറും പറഞ്ഞ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്നത്തെ പറഞ്ഞില്ലേ, അതാണ് ഉപാധി. അപ്പൊ മണ്ണാണ് അതിന്റെ ഉപാധി. മൻ, ഉദ്ദേശിച്ചു. ഉപാധിയുടെ മൻ. ആരാണോ വന്നത് അവൻ ഇരിക്കട്ടെ എന്ന് പറയൂലേ. അതിന്റെ റിസൾട്ട് ഇത്തഹദിയാണ്. ഇത്തഹദയാണ്. ഏതൊരു ഉദ്ദേശിച്ചുവോ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? നേരത്തെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് ഇതേ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ്. അപ്പൊ ഇദാ ജാ വന്നാൽ, അപ്പൊ ഇതാ എന്താണ്? കണ്ടീഷൻ അല്ലേ? ഇതാ കണ്ടീഷനാണ് കേട്ടോ, മൻ പോലെ. മൻ എപ്പോഴും കണ്ടീഷൻ ആയിക്കണമെന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ലൈൻ കട്ടായി പോയതാ. ഞാനത് ബാറ്ററി കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിന് ബാറ്ററി കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ബാറ്ററിയിലാണ്. അല്ല, ഇപ്പോഴും ഡയറക്റ്റ് പവറിന് പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും നമ്മൾ ഡയറക്റ്റ് പവറേ. അപ്പോൾ പക്ഷെ അതിന് കട്ടാകാതിരിക്കട്ടെ. അപ്പം മൻ എപ്പോഴും കണ്ടീഷൻ ആയിക്കൊള്ളണമെന്നില്ല, ഉപാധിയുടെ മന്നായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ മനസ്സിലാവാം. അതൊക്കെ മനസ്സിലാവും കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ട് വന്നാൽ സ്വന്തം ഉമ്മയും സഹോദരിയൊക്കെ എങ്ങനെ തിരിച്ചറിയാം? മുഖം നോക്കി മനസ്സിലാക്കാം. ഒക്കെ അറിയാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടാ. വളരെ സിമ്പിൾ കേസാണ്. സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുവാണ്. എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ട് വരികയാണ്. നമ്മളെ കുട്ടിയെ മാത്രം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതന്നെ, മുഖം നോക്കിയാലേ മനസ്സിലാവും. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. മുഖം നോക്കിയാൽ പോലും അറിയാൻ പറ്റില്ല. എല്ലാവരും നല്ല മുഖം മാത്രമേ കാണുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കണ്ണ് മാത്രമേ കാണുമെന്ന് വിചാരിച്ചു. മനസ്സിലാവില്ല. അപ്പൊ അതേപോലെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്ന അവൻ യാതൊരു വക്രത ഉണ്ടാക്കി വെച്ചിട്ടില്ല. കിതാബിൻ അൻസൽനാഹുലേക്ക് മുബാറക്, കിതാബിൻ എന്താ പറയാ, നിങ്ങൾക്ക് അറബി ഭാഷയിൽ നമുക്ക് അൻസൽനായിലേക്ക് ഖുർആനൻ അറബിയൻ, നിങ്ങൾക്ക് അറബി ഭാഷയിൽ നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അറബി ഭാഷയിൽ ഗ്രഹിക്കണമെങ്കിൽ അറബി ഭാഷയിൽ ഇറക്കിയാൽ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ സംസാരിക്കുമ്പോൾ പറയൂലേ, പച്ച മലയാളത്തിലല്ല ഞാൻ പറഞ്ഞു തന്നെന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന അർത്ഥം. അതേപോലെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു അറബിയിലല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് മനസ്സിലാകാത്ത ഒരു പ്രശ്നവുമില്ല. അറബികൾ ആരും പറഞ്ഞില്ല മനസ്സിലായില്ല എന്ന്. അപ്പൊ ഇവിടെ
അത് മൻ വരുന്നിടത്ത് ജസ്മ് വരുന്നുണ്ടെങ്കിൽ, രണ്ടെണ്ണത്തിൽ അതെ മൻ വരുന്നിടത്ത് ജസ്മ് വരുന്നുണ്ടെങ്കിൽ അത് ഉപാധിയുടേതായിരിക്കും. ജസ്ബ് പറഞ്ഞ സുക്കൂനല്ലേ? അല്ല, അതെ, സുക്കൂൻ ചെയ്യപ്പെടുന്നത് കേട്ടോ. എപ്പോഴും സുക്കൂൻ ആയിരിക്കില്ല, സുക്കൂൻ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സുക്കൂൻ വരേണ്ട സന്ദർഭം ഉണ്ടല്ലോ, അത് എപ്പോഴും അവിടെ സുക്കൂൻ തന്നെ ആയിക്കണമെന്നില്ല. അത് വരുന്നുണ്ടെങ്കിൽ അത് ഉപാധിയാണ്. പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്തും മാവിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ജസ്മ് കാണിക്കാൻ പറ്റില്ല, ജസ്മ് ഉണ്ടാവില്ല. മൻ ഷാ ഇത്തഖദ. അപ്പൊ ഇവിടെ എന്താണ് രണ്ടും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഫമൻ ഷാ ഇത്തഖദ, ഉദ്ദേശിച്ചവൻ സ്വീകരിച്ചു എന്നാണ്. ഫമൻ ഷാ ഇത്തഖദ, ഉദ്ദേശിച്ചവൻ സ്വീകരിച്ചു എന്ന് രണ്ടും പൂർണ്ണക്രിയയിൽ എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെ സ്വീകരിച്ചാലേ പറ്റൂ, നിർബന്ധമായും സ്വീകരിക്കണം, എന്നാലേ അവൻ്റെ ജീവിതം സക്സസ്ഫുൾ ആവുകയുള്ളൂ, വിജയപ്രദമാവുകയുള്ളൂ. ഈ ലോകത്തെ ജീവിതം ഈ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, ഈ ലോകത്തെ ജീവിതം കൊണ്ട് അവൻ രക്ഷപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് രക്ഷപ്പെടണമെങ്കിലല്ല, ഈ ലോക ജീവിതം കൊണ്ട് അവന് വല്ല പ്രയോജനവും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തഖദ ഇലാ റബ്ബിഹി മആബ, അവൻ റബ്ബിലേക്ക് അഭയസ്ഥാനം സ്വീകരിക്കണം, അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ അർത്ഥം വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഖുർആന്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നിർബന്ധമായും ഇത് ചെയ്തെങ്കിൽ മാത്രമേ, ഇത് നിർബന്ധമായും അവൻ ഇത് ചെയ്യണം എന്ന അർത്ഥം എവിടെ നിന്ന് കിട്ടും? ഈ രണ്ടും മാവിയിലാ വന്നേക്കുന്നത് അല്ലേ? ഷാ ഉദ്ദേശിച്ചു, മൻ ഷാ ഏതൊരു ഉദ്ദേശിച്ചു. ഈ യശ യുദ്ഹിബുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ യശ യുദ്ഹിബുക്കും. അപ്പൊ അവിടെ എന്താണ് കണ്ടീഷൻ വന്നിടത്ത് എന്താണ്? ഈ യശ അവൻ ഉദ്ദേശിച്ചെങ്കിൽ യുദ്ഹിബുക്കും, അവൻ നിങ്ങളെ പോക്കിക്കളയും. അപ്പൊ എന്താ കണ്ടീഷൻ വന്നിടത്ത്? രണ്ടിനും ജസ്മി ചെയ്താ വന്നത്, രണ്ടും അപൂർണക്രിയയിലാ വന്നത്. ഉദ്ദേശിച്ചെങ്കിൽ ആക്കും, അപ്പൊ അപൂർണക്രിയയില. അതേസമയം ഇവിടെ എന്താണ്? പൂർണ്ണക്രിയയില. ഉദ്ദേശിച്ചാൽ അവൻ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് പൂർണ്ണക്രിയയിൽ പറഞ്ഞേക്കുന്നത് നിർബന്ധമായും അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവന് ഈ ലോക ജീവിതം കൊണ്ട് രക്ഷയുള്ളൂ എന്നാണ്. ഇതൊന്നും ഒരു പരിഭാഷയിലൂടെ നമുക്ക് മനസ്സിലാവില്ല, ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ മആബ്, മആബിന്റെ പേര് മാവി എന്താണ്? ആബ. ആബ മുളാരി ആബ യഊബു അല്ല യഊബു. ആബ യഊബു. ഇന്ന അൻദർനാകും അസാബൻ ഖരീബ. അതേപോലെ മറ്റൊരു പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന അൻദർനാകും അസാബൻ ഖരീബ. എന്താ അർത്ഥം? നിശ്ചയമായി നാം അൻദർനാകും, നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഖരീബൻ അടുത്ത. അൻദർനാകും കഴിഞ്ഞിട്ട് അസാബിന്റെ അർത്ഥം പറയുന്നു. അദാബ് ശിക്ഷ. അപ്പൊ ഇന്ന അൻദർനാകും അസാബൻ അവിടെ വരെ പറയും. ഇന്ന അൻദർനാകും, നിശ്ചയമായി നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ശിക്ഷയെ കുറിച്ച്. അപ്പൊ അവിടെ മഫ്ഊലും ബിഹി അഥവാ സെന്റൻസിലെ വാക്യത്തിന്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് കുറിച്ച് എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്നത്. അത് നമ്മള് അങ്ങനെ അതില് ശരിക്കും അതിന്റെ അർത്ഥം അങ്ങനെ പറയാൻ പറ്റുള്ളൂ, മലയാളത്തിൽ എങ്ങനെ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അതിന് കുറിച്ച് എന്നുള്ളതിന് അതിന് മലയാളം ഗ്രാമർ പഠിച്ചാല് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിൽ അറബി ഗ്രാമർ പഠിക്കേണ്ട കാര്യമില്ല, മലയാളം ഗ്രാമർ പഠിച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്ന അൻദർനാകും, നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി? എന്തിനെ പറ്റി? ശിക്ഷയെ കുറിച്ച്. അപ്പൊ ഇവിടെ അൻദർനാകുമിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ മതി. അസാബൻ ശിക്ഷ എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തിനെ കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്? അത് അസാബ് ശിക്ഷയെ കുറിച്ചാണ്. ഇനി അടുത്ത വാക്ക്
കരീബൻ അടുത്ത. അടുത്ത. അപ്പൊ കരീബും അസാബും തമ്മിലുള്ള ബന്ധം എന്താ? നാമവിശേഷണം. അപ്പം അതിന് രണ്ടും കൂടെ ചേർത്ത് അർത്ഥം എങ്ങനെ പറയും? അതിന്റെ വിശേഷ ശിക്ഷ അദാബിന്റെ ഇതിന് വിശേഷമാണല്ലോ കരീബ്. അടുത്തുള്ള ശിക്ഷ, ഏറ്റവും അടുത്ത ശിക്ഷ, സമീപസ്ഥമായ ശിക്ഷ, സമീപസ്ഥമായ ശിക്ഷ, അടുത്തുള്ളതായ ശിക്ഷ. ഇങ്ങനെയാണ് നമ്മൾ പരസ്പര ബന്ധം അറിഞ്ഞാൽ മാത്രമേ അർത്ഥം അറിയാൻ പറ്റുള്ളൂ. അസാബൻ കരീബൻ, അസാബിന്റെ വിശേഷണമാണ് കരീബ്. അപ്പോൾ എങ്ങനെയുള്ളതായ അസാബിനെ കുറിച്ചാണ്? കരീബായ അടുത്തുള്ളതായ ദേശ ബഴീതൻ, കുറേ നാൾ കഴിഞ്ഞിട്ടല്ല ശിക്ഷ വരിക, ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വരാൻ പോകുന്നത്. യൗമ യൽനുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. അപ്പൊ ഇന്ന അൻദർനാക്കും അസാബൻ കരീബ എന്ന് പറയുന്നിടത്ത് അവിടം വരെ ഒരു ഭാഗമാണ്. യൗമ യൽനുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. ഇനി അസാബൻ കരീബൻ അത് എന്നാണ് എന്നതാണ് ബാക്കി പറയുന്നത്. സമീപസ്ഥമായ ശിക്ഷ എന്നാൽ എന്ത്, അല്ലെങ്കിൽ സമീപസ്ഥമായ ശിക്ഷ എപ്പോഴാണ് എന്നതാണ് യൗമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൗമിന് ഫത്ഹ കൊടുക്കാൻ കാരണം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ യൗമിന് ഫത്ഹ വരുന്നത് എന്തുകൊണ്ടാണെന്ന്? യൗമിന് പലപ്പോഴും ഫത്ഹാനുള്ളത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി റളീതു ലക്കും ഇസ്ലാം ദീന എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. യൗമ് എന്ന് പറയുന്ന ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പൊ ആ സമയത്തെ സൂചിപ്പിക്കുന്ന പദത്തിന് ഫത്ഹാണ് ഉണ്ടാവുക. അപ്പൊ ആ അസാബൻ കരീബൻ, സമീപസ്ഥമായ ശിക്ഷ എന്നാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഉണ്ടാകുന്നത്, ഏത് ദിവസമാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഉണ്ടാകുന്നത്, ആ സമയത്ത് സൂചിപ്പിക്കുന്നതാണ് യൗമ്. അപ്പൊ യൗമയൽനുറു, നോക്കുന്ന ദിവസം. അൽ മർഉ മനുഷ്യൻ. അപ്പൊ യൗമയൽനുറുൽ മർഉ മനുഷ്യൻ നോക്കുന്ന ദിവസം. അപ്പൊ അൽ മർഇന്റെ സ്ത്രീലിംഗം എന്താണ്? അൽ മർഉ എന്നതിന്റെ സ്ത്രീലിംഗം മനുഷ്യൻ. അൽ മർഉ എന്നെയാണ് ഞാൻ ചോദിച്ചത്. അല്ലുള്ള പദമാണ്. അപ്പൊ അതിന് സ്ത്രീലിംഗം എങ്ങനെ എഴുതണം? അൽ മർഅത്തു എന്ന് എഴുതണം കേട്ടോ. എങ്ങനെ? അൽ മർഉ എന്ന് ചോദിച്ചാൽ അൽ മർഅത്തു എന്ന്. അപ്പൊ അൽ മർഉ എന്ന വാക്കിന് അൽ ഇല്ലാതെ എങ്ങനെ എഴുതണം? മർഉ ഹംസിൻ, ആലിഫിന്റെ മുകളിൽ ഹംസിൻ. എങ്ങനെ എഴുതണമെന്നുള്ളതല്ല, എങ്ങനെ പറയണം? മർഉ ഇംറഅത്ത്. അൽ മർഉവിന്റെ അൽ പോകുമ്പോ ഇങ്ങനെ അത് സ്ത്രീയായി മാറുന്നത് എന്നതാണ് അതിന്റെ പുല്ലിംഗം. അതിന്റെ അല്ലില്ലാത്ത പദം. അൽ ഇല്ലാത്ത പദം ഇമ്രുഉൻ എന്നാണ്. ഇമ്രുഉൻ. ഖാല അല്ലാഹു തആല ഇൻ ഇമ്രുഉൻ ഹലക വ ഇൻ ഇമ്രുഉൻ ഹലക. അപ്പൊ ഇമ്രുഉൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? അതെ, ഇമ്രുഉൻ എന്നതിന്റെ സ്ത്രീലിംഗം ഇമ്രാഅത്തുൻ. അതിന് ഇമ്രുഉൻ ഇമ്രാഅത്തുൻ എന്നത് അൽ വരുമ്പോൾ അൽ മർഉ എന്നാണ് വരിക. ഇനി ഇമ്രുഉൻ എന്ന വാക്ക് മാത്രം എടുക്കാം. ഇമ്രുഉൻ എന്ന വാക്ക് മാത്രം എടുത്താൽ ഇമ്രുഉൻ എന്നതിന്റെ വാക്കിന്റെ അവസാനം ലമ്മാനുള്ളതെങ്കിൽ ഈ ഇമ്രുഉൻ ഹലക കമാ ഖാല അല്ലാഹു തആല ഈ ഇമ്രുഉൻ ഹലക, അവസാനം ലമ്മാനുള്ളതെങ്കിൽ എന്താ പറയാ? ഇമ്രുഉൻ എന്നാണ് പറയുക. അവസാനം ലമ്മാനുള്ളതെങ്കിൽ ഇമ്രുഉൻ എന്നാണ് പറയുന്നത്.
വന്നിട്ടില്ലല്ലോ. അവസാനം ലം അല്ലെങ്കിൽ കെസറാണെങ്കിൽ എന്ത് ചെയ്യും? കെസറുള്ള വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ പറയും. ലികുല്ലി ഇംരിഇൻ മിൻഹും. ഇദ്രിഇൻ. ഇംരിഇൻ. ലികുല്ലി ഇംരിഇൻ മിൻഹും. അപ്പൊ ഇംരിഇൻ അപ്പൊ കെസറാണ് വരുന്നതെങ്കിൽ റാഇന് കെസർ വരും. അവസാനം കെസറാണ് വരുന്നതെങ്കിൽ റാഇന് കെസർ വരും. കസർ. അവസാനം ലമ്മാണ് വരുന്നതെങ്കിൽ റാഇന് ലം വരും. ഇനി എന്താ ഉള്ളത്? മാ ഖദ്ദമത്ത് നേരത്തെ അല്ല, ചെയ്തു വെച്ച അവസാനത്തിൽ എന്തൊക്കെ അടയാളം വരും? ഏതിനാണ്? ഏതിനാണെങ്കിലും അവസാനത്തിൽ എന്തൊക്കെ അടയാളം വരും? അപ്പൊ പത്തം കസറ്. പറഞ്ഞു. ഇപ്പൊ കെസർ പറഞ്ഞു, ലം പറഞ്ഞു. ഇനി എന്ത് വരണം? പത്ത് വന്നതിന്റെ ഉദാഹരണം കേട്ടിട്ടുണ്ടോ ഖുറാനിൽ? യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി മാ കാന അബൂക്കി ഇമ്രഉൻ. മാ കാന അബൂക്കി പത്തിന് തൻവീൻ, പത്തിന് തൻവീൻ വരും. എന്താണ്? മാ കാന പത്തിന് അബൂക്കി തൻവീൻ. മാ കാന അബൂക്കി امرأة صوتي ഇംറഅ സൗഇൻ. ഇംറഅ സൗഇ. ഇംറഅ എന്നാണ്. ഇംറഅ എന്നാണ് പത്താണെന്ന് എനിക്കറിയാം. കാനയുടെ ഒന്നാം ഭാഗത്തിന് ലമ്മ്. അപ്പൊ മാ കാന അബൂക്കി അബിന് ലമ്മ് വന്നു. കാനയുടെ രണ്ടാം ഭാഗം ഇംറഅ. അപ്പൊ ഇംറഅ എന്ന അവസാനത്തിന് പത്ത വരണം. രണ്ടാം ഭാഗത്തിന് പത്ത്. ഓക്കെ. മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. അപ്പൊ ഇംറഅ എന്നതിന് അവസാനം പത്തഹ വന്നാൽ റാഇന് പത്തഹ വരണം. അപ്പൊ ഈ ഭാഗം റീവൈൻഡ് ചെയ്ത് കേട്ടിട്ട് ഇത് ഞാൻ ഒന്നുകൂടെ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ കോഴ്സിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയൊന്നുമല്ല. പക്ഷേ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഇംറഉൻ എന്ന വാക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇംറഉൻ എവിടെ വന്നാലും, മർഅത്ത് എന്ന് വന്നാലും, ഇംറഉൻ എന്ന് വന്നാലും, ഇംരിഇൻ എന്ന് വന്നാലും, ഇംറഅ എന്ന് വന്നാലും, എവിടെ വന്നാൽ എങ്ങനെ വന്നാലും, റാഇന് ലമ്മ വന്നാലും, റാഇന് ഗസ് വന്നാലും, റാഇന് ഫതഹ വന്നാലും, ഇനി അൽ വന്നാലും അല്ല് വന്നില്ലെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേപോലെയാണ് ഓരോ വാക്കും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അല്പസ്വല്പ വ്യത്യാസത്തോടു കൂടി നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിയുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പോൾ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. ഖദ്ദമത്ത് എന്താർത്ഥം? നേരത്തെ ചെയ്തു വെച്ച. ഖദ്ദമത്ത്. ഖദ്ദമത്തിന്റെ അർത്ഥം പറയും. ഒറ്റ വാക്ക് അർത്ഥം ചോദിക്കുമ്പോൾ ഒറ്റ വാക്ക് അർത്ഥം പറയണം. നേരത്തെ മുന്തിച്ചു. ഖദ്ദമത്ത് അവൾ മുന്തിച്ചു എന്നാണ്. പാ വന്നില്ലേ? അപ്പം ഖദ്ദമത്ത് അവൾ മുന്തിച്ചു എന്ന് പറയാൻ കാര്യം എന്താ? മർ വരുമ്പോഴത്തേക്ക് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, ഖദ്ദമത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ കർത്താവ് ആരായിട്ടാണ് വന്നിരിക്കുന്നത്? യദാഹു. രണ്ട് കൈകൾ. അപ്പൊ യദാ വന്നിരിക്കുന്നത് എന്താണ്? അത് സ്ത്രീലിംഗമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മള്. കൈ സ്ത്രീലിംഗമാണ്, കണ്ണ് സ്ത്രീലിംഗമാണ്, കാത് സ്ത്രീലിംഗമാണ്. ജോഡിയുള്ളതൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് ഉള്ളത്. അപ്പോൾ യദ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഖദ്ദമത്ത് എന്ന് വായിച്ചത്. രണ്ടല്ല, ജോഡിയായിട്ടുള്ള അവയവങ്ങൾ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാഷയിൽ ഉപയോഗിക്കുക, അറബി ഭാഷയിൽ ഉപയോഗിക്കുക. അല്ലെങ്കിലും ആകാശവും ഭൂമിയൊക്കെ സ്ത്രീലിംഗം തന്നെയല്ലേ? അത് വേറെ നിയമമാണ്. ശരീരത്തിലെ അവയവങ്ങൾ ജോഡിയായിട്ട് വന്നിരിക്കുന്നവ സ്ത്രീലിംഗമാണ്. മറ്റേ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഷംസു കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്നുള്ള അള്ള പറഞ്ഞ എന്താണെന്ന് നോക്കിയാൽ വൈദൽ അർളു
إذا الأرض سيرت لنا مدة إذا الأرض مدت മുദ്ദത്ത് അപ്പോൾ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? സ്ത്രീലിംഗം. ആ വ- ഇതിൽ ബിഹാറു والسماء انفطرت إذا السماء انفطرت അപ്പോൾ സമ എന്താണ്? സ്ത്രീലിംഗം. وانشق القمر അപ്പോൾ ഖമർ എന്താണ്? مسكولين ഖമർ انشق القمر انشق القمر مسكولين പുല്ലിംഗമാണ്. ഇൻഷക്ക എന്നേ പറഞ്ഞു, ഇൻഷക്കത്ത് എന്ന് പറഞ്ഞില്ല. ഇത് സമാ പറയുമ്പോൾ ഇത് സമാ ഇൻഷക്കത്ത് എന്ന് പറഞ്ഞു. ഖമർ പറഞ്ഞപ്പോഴത്തേക്ക് ഇൻഷക്കൽ ഖമർ പുല്ലിംഗം. പുല്ലിംഗമാണ്. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സംഭവമാണ്, ബാക്കിയല്ല. ഓക്കെ. മാ ഖദ്ദമത് യദാഹു യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. യഖൂലുൽ കാഫിറു യാ ലൈതനി. അപ്പൊ നമ്മൾ ഈ പാഠം നേരത്തെ നമ്മൾ ഇട്ട് തന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? യാലേത്ത് വന്നിരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. യാലേത്ത് എവിടെയൊക്കെ വന്നു, യാലേത്ത ഉപയോഗിച്ച് വന്നിരിക്കുന്ന യാലേത്ത ഉപയോഗിച്ച് വന്നിരിക്കുന്ന പദങ്ങൾ, അതായത് പറഞ്ഞത് യാലയത്ത ഉപയോഗിച്ച് വന്നിരിക്കുന്ന രൂപങ്ങൾ, യാലയത്ത ഉപയോഗിച്ച് വന്നിരിക്കുന്ന രൂപങ്ങൾ, അല്ലെങ്കിൽ യാലയത്തയുടെ രൂപങ്ങൾ, രൂപഭേദങ്ങൾ. അപ്പൊ യാലയത്ത ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. കിതാബുഹു അല്ലെങ്കിൽ ഖലഖഹു എന്നല്ലോ, ഖലഖഹു. അതേപോലെ യാലയത്ത ഹു, യാലയത്തഹു. പക്ഷെ യാലയത്തഹു വന്നിട്ട് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. കണ്ടുപിടിക്കുക, ഞങ്ങൾ കണ്ടുപിടിക്കുക, ഞാൻ പറഞ്ഞു തരുന്നില്ല. അതേപോലെ യാലയത്ത കഴിച്ചിട്ട് ഹ ഉണ്ടോ എന്ന് നോക്കണം, യാലയത്ത ഹ. പിന്നെ യാലയത്ത ക ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ യാലയത്ത കും ഉണ്ടോ എന്ന് നോക്കണം. യാലയത്ത ഹു പറഞ്ഞു, യാലയത്ത ഹു പറഞ്ഞു, വെയിറ്റ്, യാലയത്ത ഹു പറഞ്ഞു, യാലയത്ത ഹും ഉണ്ടോ എന്ന് നോക്കണം. യാലയത്തെ നീ ഉണ്ടോ എന്ന് നോക്കാം, യാലയത്തെ നാ ഉണ്ടോ എന്ന് നോക്കാം. യാലയത്തെ നീ ഇവിടെ പറഞ്ഞു. അപ്പൊ ഇത് നോക്കിയിട്ട് ആ വന്നിരിക്കുന്ന ആയത്തിൽ നമ്പർ എടുത്ത് എഴുതണം. എല്ലാം എഴുതണ്ട, ഒരെണ്ണം ഒരായത്ത്. യാലയത്തയുടെ രൂപഭേദങ്ങൾ വന്നിട്ടുള്ള ഓരോന്നിന്റെയും ആയത്ത് എടുത്ത് എഴുതാം. ഇല്ലെങ്കിൽ അടുത്ത ഭാഗത്തിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പാഠപുസ്തകം അടുത്ത ഇനി വരാൻ പോകുന്ന പാർട്ട് 4 വന്നില്ല കേട്ടോ. പാഠപുസ്തകം ഇറങ്ങിയത് പാർട്ട് 3 പാർട്ട് 3 സെമസ്റ്റർ 3ഉം 4ഉം, പാർട്ട് 4 സെമസ്റ്റർ 5ഉം 6ഉം വരും. അപ്പം അതിൽ ഏതെങ്കിലും വരും, അല്ലെങ്കിൽ 7ലും 8ലും വരും, ഏതെങ്കിലും ഒന്നിൽ വരും. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടെത്തി പഠിച്ചാൽ നിങ്ങൾ ഫൈനലിലുള്ളത് അത് കിട്ടി. കുന്തു തുറാബ. ഇനി യാലൈത്തനി, അപ്പം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. യാലൈത്ത ഹ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അവളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ അത് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാലൈത്തനാ, ഞങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ യാലൈത്തനി കുന്തു തുറാബ. കുന്തു തുറാബ. തുറാബ് എന്താണ്? മണ്ണ്. കുന്തു തുറാബൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായി. അപ്പൊ യാലൈത്തനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാലൈത്തനി ഉപയോഗിച്ച് പറയുന്നത് ശേഷം അസംഭവ്യമായ സംഗതിയാണ്, അല്ലെങ്കിൽ വളരെ നേരിയ സാധ്യതയുള്ള ഒന്ന്, വളരെ നേരിയതോ അല്ലെങ്കിൽ തീരെ സാധ്യതയില്ലാത്തതായ, നേരിയ സാധ്യതയോ അല്ലെങ്കിൽ തീരെ സാധ്യത ഇല്ലാത്തതോ ആയ സംഗതിക്കാണ് യാലൈത്തനി ഉപയോഗിക്കുന്നത്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുമ്പോൾ എന്തിനാണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടുപിടിച്ച് വെറുതെ ഉദാഹരണം എടുത്ത് എഴുതിയാൽ പോരാ കേട്ടോ.
കണ്ടുപിടിച്ചിട്ട് ആശയം മനസ്സിലായെങ്കിൽ മാത്രമേ ഉദാഹരണം എടുത്ത് എഴുതാവൂ. ഇവിടുത്തെ കണ്ടെത്താൻ പറയുന്നതൊക്കെ അതിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന അൻദർനാക്കും അദാബൻ ഖരീബൻ, സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നാം നിങ്ങളെ ഇതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അൻദർനാക്കും, ഇന്ന അൻദർനാക്കും, തീർച്ചയായും നാം നൽകി കഴിഞ്ഞിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. വി ഹാവ് ഓൾറെഡി ഗിവൺ വാർണിംഗ് അബൌട്ട് എ നിയറസ്റ്റ് പണിഷ്മെന്റ്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്, മനുഷ്യൻ താൻ മുന്തിച്ചത്, തൻ്റെ കൈകൾ മുന്തിച്ചതിനെ കുറിച്ച് നോക്കുന്ന ദിവസം. യൗമ യൻദുറുൽ മർഉ, മനുഷ്യൻ നോക്കുന്ന ദിവസം. മാ ഖദ്ദമത് യദാഹു, എന്താണ് തൻ്റെ കരങ്ങൾ മുന്തിച്ചത് എന്ന്, എന്താണ് തൻ്റെ കരങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചത് എന്ന്. അപ്പൊ അന്ന് ഒരു നോട്ടം ഇങ്ങനെ നോക്കിയാൽ അങ്ങറ്റം വരെ കാണാം, അല്ലേ? ചില ട്രെയിനൊക്കെ കയറി കഴിഞ്ഞാൽ ട്രെയിൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ അറ്റം പോലെ നോക്കിയാൽ ആ അറ്റം വരെയുള്ള എല്ലാ ആൾക്കാരെയും കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ നിന്നിട്ട് ഈ ലൈനിലുള്ള നിന്നിട്ട് അങ്ങറ്റം വരെയുള്ള ആൾക്കാരെ കാണാവുന്ന അത്ര ദൂരം അകലം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഒന്നുകൂടെ വിശാലമായിട്ടൊന്ന് ഒരു വലിയ ഒരു റോഡിലാണ്, വിശാലമായ റോഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. രണ്ട് വശവും നല്ല പ്രകാശമുള്ളതാണ്, എന്താ മരീചികയൊന്നുമില്ല, വെയിലും പ്രകാശമൊന്നും അടിച്ചിട്ടൊന്നും കാഴ്ചയ്ക്ക് മണ്ണൊന്നുമില്ല, കാഴ്ചയ്ക്ക് മങ്ങലൊന്നുമില്ല. നമ്മുടെ കാഴ്ചയെല്ലാം വളരെ സൂക്ഷ്മമാണ്, പെർഫെക്റ്റ്. നമ്മളെ കാഴ്ച വളരെ വളരെ കൃത്യമാണ്. എങ്കിൽ ഈ റോഡിൻ്റെ ഈ അറ്റത്ത് നിന്നും ആ അറ്റം വരെ നോക്കുമ്പോൾ നമുക്ക് എത്ര വ്യക്തമായി കാണുന്നുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അത് ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ അങ്ങറ്റം വരെ കാണും എന്നാണ്. ബസറുക്കൽ യൗമ ഹദീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ യൗമ, അന്നേ ദിവസം, ബസറുക്ക, നിന്റെ കാഴ്ച എന്തായിരിക്കും? ഹദീദ്, എന്തായിരിക്കും? ഇരുമ്പായിരിക്കും എന്നല്ല, വളരെ ഷാർപ്പായിരിക്കും. അപ്പൊ ആ കാഴ്ചക്ക് ഒരു മങ്ങലുണ്ടാവില്ല. നമ്മൾ വിചാരിച്ചിരിക്കും നമ്മൾ കാഴ്ചക്ക് മങ്ങലുണ്ടാവുന്നതാണ്. നമ്മൾ ദുർവ്യയം ചെയ്തുകൊണ്ട് കാഴ്ച ഉണ്ടാവുകയാണ്, നമുക്കൊരു മങ്ങലുണ്ടാകുന്നു നമുക്ക് തോന്നുന്നതാണ്. അപ്പം നമ്മളെ കണ്ണിന് ശരിയായ രീതിയിൽ വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളെന്ത് ചെയ്യുക? രാത്രി 9 മുതൽ രാവിലെ 3 മണി വരെ എന്ത് ചെയ്യുക? കണ്ണിന് വിശ്രമം കൊടുക്കുക. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥയെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത്, വിശ്രമം ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക? ശ്രമിക്കുക. അപ്പം അതേസമയം ഖിയാമത്ത് നാളിൽ വരുമ്പോൾ വളരെ ഷാർപ്പായിരിക്കും. ബസറുക്കൽ യൗമ ഹദീദ്. അപ്പം ഇങ്ങനെ നോക്കിയാണ്. അപ്പം യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്, താൻ ചെയ്തെല്ലാം ഇവിടെ കാണും. നമ്മളിങ്ങനെ നോക്കും, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് എന്താണ്, എൻ്റെ ദിവസം മുമ്പ് ചെയ്ത്, എങ്ങനെ ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് അങ്ങറ്റം വരെ കാണാൻ പറ്റുന്നതാണ്. മാ ഖദ്ദമത് യദാഹു യഖൂൽ കാഫിർ. അപ്പോഴാണ് സത്യനിഷേധി പറയുന്നത്, യാ ലൈതനി കുൻതു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ഞാൻ രക്ഷാശിക്ഷയൊന്നും രക്ഷാശിക്ഷയൊന്നും ഇല്ലാത്ത, ചോദ്യം ചെയ്യലൊന്നും വിചാരണയൊന്നും നടക്കാത്ത സസ്യലതാദികളെപ്പോലെയോ അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെയോ പറവകളെപ്പോലെയോ മറ്റ് പല ജീവജാലങ്ങളും ലോകത്തുണ്ടല്ലോ, ആ ജീവജാലങ്ങളെപ്പോലെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ദിവസം. അന്ന് ചില റിപ്പോർട്ടുകൾ ശരിയല്ലാത്ത റിപ്പോർട്ടുകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ എല്ലാ മൃഗങ്ങളെയും ജീവജാലങ്ങളെയൊക്കെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുകയും അവയ്ക്ക് പരസ്പരം അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾക്ക് പകരം അവിടെ വെച്ച് തന്നെ പകരം ചെയ്യിപ്പിക്കും. മറ്റൊന്നിനോട് ചെയ്ത അക്രമത്തിനും അനീതിക്കും പകരം ചെയ്തുകൊണ്ട് അവയെല്ലാം അവസാനം മണ്ണായി പോകാനുള്ള കൽപ്പിക്കുകയും അവയെല്ലാം മണ്ണായി പോവുകയും ചെയ്യുന്നതൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത്
ശരിയായ റിപ്പോർട്ട് അല്ല എന്ന് പറയുന്നത്. കാരണം അവയ്ക്കൊന്നും എന്തില്ല, രക്ഷാശിക്ഷകൾ എന്ന ഒരു ജീവിതക്രമമല്ല അവയ്ക്കുള്ളത്. രക്ഷാശിക്ഷ അടിസ്ഥാനമാക്കി ജനിമൃതികൾ ഉണ്ടായിട്ടുള്ളത് ജിന്നുകൾക്കും ഇൻസുകൾക്കുമാണ്. അപ്പം ഇവരെയാണ് അവിടെ കൊണ്ടുവരിക, ഹാജരാക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും രക്ഷാശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്നത്. അപ്പം മനുഷ്യൻ അവിടെ പറയും ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സത്യനിഷേധി അവിടെ പറയും ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്, എനിക്ക് വിചാരണ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കും. കാരണം എന്താണ്? ബസറുക്കൽ യൗമൽ ഹദീദ്, അവിടെ മനുഷ്യൻ്റെ കാഴ്ച വളരെ സൂക്ഷ്മമായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, ഷാർപ്പായിരിക്കും. അങ്ങനെ അവൻ്റെ ജീവിതകാലം, ആയുഷ്കാലം മുഴുവൻ ചെയ്തത് അവിടെ കാണാൻ പറ്റുമുള്ള നമ്മളെ അത്തരം ആ സന്നിഗ്ധ ഘട്ടത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ജീവിതം നമ്മൾ പെർഫെക്റ്റ് ആക്കുക. പിന്നെ നമ്മൾ പറഞ്ഞോ എന്താ സംശയം? ആമീൻ പറഞ്ഞോ അല്ലേ? ശരി. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഖുർആന്റെ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഭാഷാപരമായ നമ്മൾ എവിടം വരെ പറഞ്ഞായിരുന്നു? അല്ല തവല്ല ഇൻഷക്കൊക്കെ പറഞ്ഞല്ലേ? എനിക്ക് ആ ലിങ്ക് ഒന്ന് ഇട്ട് തരണം. എന്റെ വാട്സപ്പിൽ നിന്ന് പോയിക്കണം. ഹലോ, കേട്ടു. ലിങ്ക് നമ്മളേലൊക്കെ ഉണ്ട്, ലിങ്ക് നമ്മളേലൊക്കെ ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ നിന്നിട്ട് കൊടുക്കും. എല്ലാം പോയേക്കുന്നത് വാട്സപ്പിൽ നിന്ന്. പോകാതെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ നമ്മൾ പഠിക്കണം കേട്ടോ. അത് എന്താന്ന് അറിയത്തില്ല, റീസ്റ്റാർട്ട് ഇങ്ങനെ കാണിച്ചാൽ അത് മൊത്തത്തിൽ പോയി എല്ലാം പോയി. കഴിഞ്ഞ ക്ലാസിന്റെ ലിങ്ക് അതും പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ലിങ്ക് ഇട്ടെന്നില്ല കേട്ടോ ഉസ്താദ്. യൂട്യൂബിൽ കഴിഞ്ഞ ആഴ്ചത്തെ ലിങ്ക് ഇട്ടെന്നില്ല. യൂട്യൂബിൽ വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയോ യൂട്യൂബിൽ? ഇല്ല, യൂട്യൂബിൽ വന്നില്ല. നമുക്ക് നമ്മളെ ഗ്രൂപ്പിൽ ഒന്നും ഇട്ടെന്നില്ല. ഞാൻ പറഞ്ഞ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടിയില്ലെന്ന് അടുത്ത ക്ലാസ്സിൽ പറയരുത്. പിന്നെ എന്ത് ചെയ്യണം? ചോദിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു വാങ്ങിയിരിക്കണം. ഞാൻ അതിന്റെ മുന്നേ ഗ്രൂപ്പിലും മറ്റേലും 2 ഗ്രൂപ്പിലും ഇട്ടണല്ലോ. ഞാൻ ഓഫീസിലേക്ക് ഇട്ടണ്, മറ്റേ ഗ്രൂപ്പിലും ഇട്ടണ്. വരുന്നവരെ മാറ്റി ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ അടുത്ത ക്ലാസ് എന്തായാലും ചോദിക്കും. ഞാൻ പിറ്റേ അന്ന് തന്നെ ഇട്ടണ്. അടുത്ത 1-2 ക്ലാസ് കൂടെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ 1-2 ദിവസം ഒരു ക്ലാസ്സിലെ ഗ്രാമർ ക്രിയകളുടെ പട്ടിക കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഗ്രാമർ 1-2 പോയിന്റുകൾ പറയാനുണ്ട് കേട്ടോ. എല്ലാവരും റെഡി ആയിരിക്കുക. ഒരു മിനിറ്റ് ഐഷാത്താക്ക് ഇട്ടുതരാൻ ടൈം ഒന്നും ഉണ്ടാവില്ല. ഉസ്താദ് ഒരു കാര്യം ചെയ്യണം, ആ ഒന്നായിട്ട് കിട്ടുന്ന ലിങ്ക് ഇട്ട് തന്നാ മതി. അപ്പൊ വാട്സാപ്പിൽ കേറിക്കൊള്ളാം. അല്ല, യൂട്യൂബില്. ഹലോ, കേൾക്കുന്നുണ്ട്. ഒന്നാട്ടാ അല്ല, അത് ഐഷാത്ത ഇങ്ങനെ പറയാം. ഐഷാത്താക്ക് ടൈം ഉണ്ടല്ലോ. ഉസ്താദ് ഒരു കാര്യം ചെയ്താൽ അത് ലിങ്ക് ഒന്നായിട്ട് ഇട്ട് തന്നാ മതി. അപ്പൊ യൂട്യൂബിൽ കയറി നോക്കിക്കോളാം. ഐഷാത്താക്ക് ലിങ്ക് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അതെ, ഇല്ല, എന്റെ മൊത്തം വാട്സാപ്പിൽ പോയിന്നാ പറഞ്ഞത്. എന്റെ വാട്സാപ്പ് മൊത്തം പോയിക്കണം. ഞാൻ പറഞ്ഞത് വാട്സപ്പ് പോകാതെയുള്ള സംവിധാനം നമ്മൾ പഠിക്കണമെന്ന്. വളരെ ലളിതമാണ്. നിങ്ങളെ ഇമെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്തതിന് ശേഷം മാത്രമേ, ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ആ വാട്സപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നത് നമ്മളെ ഇമെയിൽ ഐ ഡി ചോദിക്കും. അവർ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളെ മൊബൈൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ വീട് റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റൂലേ? അപ്പം അതേപോലെ നമ്മളെ മൊബൈൽ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത് സേവ് ചെയ്യണം. മൊബൈൽ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പറയണം സേവ് ചെയ്തേക്കണമെന്ന് പറയണം. അപ്പോൾ അവൻ ഓൺ ചെയ്ത് നോക്കും, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവൻ സേവ് ചെയ്യാണ്ട് വരും. രണ്ടാമത് ഓപ്പൺ ചെയ്ത് നമ്മൾ വേറെ അടുത്ത ഫോണിലേക്ക് നമ്മൾ ഫോൺ മാറ്റുകയോ അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുകയോ എന്ത് ചെയ്ത് രണ്ടാമത് വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും വാട്സപ്പ് ഉപയോഗിക്കുന്നത്.
പക്ഷെ സാധാരണ അത് വരുന്നത് അങ്ങനെ നിങ്ങളെ ചെയ്യുമ്പോൾ ഫോണിൽ അപ്പോൾ വരുന്നതാ. അല്ലാതെ അങ്ങനെ ഉപയോഗിക്കുക. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും. എനിവേ, ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല, എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട്. സാധനം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ വരും എന്ന് പറഞ്ഞ് പിന്നെ നഷ്ടപ്പെടാൻ പാടില്ല. ഒരുപാട് പേര് ആവർത്തിച്ച് പറയുന്നുണ്ട്, അവരുടെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഖുറാൻ ക്ലാസ് മാത്രം നഷ്ടപ്പെടുന്നു. ഖുറാന്റെ ഇത് മൊത്തത്തിൽ അത് പോയി എന്റെ അത് വാട്സപ്പിലുള്ള ഖുറാന്റെ മാത്രം പ്രശ്നം ഉണ്ടാകും. അവിടെ വേറെ ഒന്നിനും നമുക്ക് നഷ്ടം സംഭവിക്കുന്നില്ല, അല്ലേ? ഖുറാന്റെ മാത്രം ഇത് നഷ്ടം എന്റെ അല്ല, ഇതെന്റെ ഖുറാന്റെ മാത്രല്ല, എല്ലാത്തിലും പോയി, എല്ലാം ഫുള്ള് പോയി. ഓക്കെ. ഉസ്താദിന്റെ ഒരു പഴയ സ്റ്റുഡന്റിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ പഴയ ക്ലാസ് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് അന്ന് എന്താ എടുത്തതെന്ന് വ്യക്തമായി മനസ്സിലാവണെന്ന് ഇപ്പൊ പറയുന്നു. അന്ന് അപ്പൊ ഒരു പറഞ്ഞ ക്ലാസ് കുറ്റബോധം ആയിരിക്കില്ല എന്ന് ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നത് പോയപ്പോ. കേട്ടാ. ഓ അന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കില്ല എന്ന് പറയുന്നത്. അല്ല, പഴയ ക്ലാസ് കേൾക്കുമ്പോ ഇപ്പോഴാണ് ശരിക്കും ഉസ്താദ് എന്തായിരുന്നു മനസ്സിലാക്കി തന്നെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റണത് ഇപ്പോഴാണെന്ന്. അത് കേട്ടപ്പോ എനിക്കൊക്കെ ഭയങ്കര കുറ്റബോധം തോന്നുന്നു. എന്റെ ക്ലാസ് പഴയതൊക്കെ പോയിരിക്കുന്നു. ഓക്കെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദിന്റെ അപ്പൊ ഇനി ഒന്ന് രണ്ട് കഴിഞ്ഞ ക്ലാസ് ക്ലാസ്സിലെ ഉള്ളു കേട്ടോ. സ്റ്റുഡന്റ് ഞാൻ ലിങ്ക് ഇട്ടുതരാം ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്. അതായത് ഞാൻ ഇന്ന് പോയി മനസ്സിലായി. കഴിഞ്ഞാൽ രാത്രി നേരത്തെ ഉറങ്ങുക എന്ന സംഭവം നമ്മൾ എപ്പോഴും ശീലിക്കേണ്ട സംഗതിയാണ്. അതിനാണ് നമ്മൾ ക്ലാസ് നേരത്തെ ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നും ഞാൻ മനഃപൂർവ്വമല്ല, 2:35 സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ പലപ്പോഴും എന്തെങ്കിലും എന്താ പറയുക, സാങ്കേതിക വിദ്യകൾ ഇന്നങ്ങോട്ട് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ബാറ്ററിയിലോട്ട് കണക്ട് ആവുന്നില്ല, ബാറ്ററി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പ്രോബ്ലം കൊണ്ടാണത് വീണ്ടും 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വൈകിപ്പോയി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സ്ലീപ്പിംഗ് ആണ്, ഉറക്കം. അടുത്ത ഉറക്കം. ഉറങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? നേരത്തെ എണീക്കണം. അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് എന്താണ്? വ്യാഴം. അടുത്ത ദിവസം വ്യാഴാഴ്ചത്തെ ആക്ടിവിറ്റീസിലേക്കും പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിവിടെ സേവ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കും. സേവ് ചെയ്ത് കൺവെർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ ആ സംഭവം അങ്ങ് മറന്നു, പിന്നെ അടുത്ത പണിയിലേക്ക് പോയി പോകും. ഇതിനിടയ്ക്ക് ഐഷത്ത് ആ റിമൈൻഡർ ഇട്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ വേറെ ചില എന്താ പറയുക, ഒഴിവാക്കാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കൃത്യ നിർവഹണത്തിലായിപ്പോയി. ടെക്സ്റ്റ് ബുക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ടെക്സ്റ്റ് ബുക്കൊക്കെ ഞങ്ങൾ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടി, ഇന്നും കുറേ അയച്ചിട്ടുണ്ട്. എന്തായാലും അത് വായിച്ചു നോക്കി മനസ്സിലായല്ലോ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ അവസ്ഥകൾ. അടുത്ത ഭാഗങ്ങളിലേക്ക് കുറെ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോ ഇത് സംഭവം അടുത്ത ലിങ്ക് കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ ചോദിച്ചോണ്ടിരിക്കാം. ഈ ആഴ്ചത്തെ 2 രാവിലെ നേരത്തെ 8 എന്നാലും എഴുതിയെടുക്കേനി. എല്ലാം പോയിക്കണ്. ഒരുപാട് എഴുതിയെടുക്കാൻ നോക്കരുത്. ടെലഗ്രാമിലേക്ക് ആക്കിയാല് സുഖാണ്. ടെലഗ്രാമിലേക്ക് ആക്കിയാല് ടെലഗ്രാമിലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ടെലഗ്രാമിൽ. ടെലഗ്രാമിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഈ പ്രാവശ്യത്തെ. ഇപ്പൊ കംപ്ലൈന്റ് തന്നെ. അത് ടെലഗ്രാം ഞാൻ ഇട്ടുണ്ട് കേട്ടോ, ഞാൻ ഇട്ടുണ്ട്. എനിക്ക് കിട്ടീന്. ഞങ്ങൾക്ക് എന്താ കിട്ടാത്തത്? എനിക്ക് കിട്ടീന്, ഞാൻ ഇട്ടുണ്ട്. അതാരാ ഇട്ടുതരാന്ന് പറഞ്ഞ്? ഐഷു. ഞാൻ ഇട്ടുതരാം. ഐഷു പറയത്തേ ഉള്ളു, ഇട്ടുതരല് നടക്കൂല. ഐഷത്താണ് പറഞ്ഞത്. ഇട്ടുതരാം, ഞാൻ ഇട്ടുതരാം. എനിക്ക് കിട്ടിയ ഞാനൊക്കെ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യലുണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്യലുണ്ട്. എല്ലാം എനിക്ക് കിട്ടുന്ന മുഴുവൻ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യും. എനിക്ക് ജുമേല പറയും പോലെ എനിക്ക് സമയവും ഇതുമൊക്കെ ചിലപ്പം നേരം വൈകി പോകും. ലിങ്ക് നേരത്തെ ഉണ്ട് കേട്ടോ, ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും കിട്ടാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ ഗ്രൂപ്പില് ടെലഗ്രാം ഉണ്ടല്ലോ, പിന്നെന്താ ഞങ്ങൾക്ക് വരാത്തത്? നിങ്ങളെ ഗ്രൂപ്പിലല്ല ടെലഗ്രാം അതിന്റെ ലിങ്ക് നിങ്ങൾ കിട്ടിയവരെന്നാ പറഞ്ഞത്. ഞാൻ എല്ലാവർക്കും ഇട്ടുതരാം. എന്താ വെച്ചാൽ ഞാനിങ്ങനെ നിൽക്കാതെ ചോദിച്ചോണ്ടിരിക്കലാ യൂസുഫ് സാറോട്. എത്രയോ പ്രാവശ്യം ചോദിച്ചു അവസാനം യൂസുഫ് സാറോട് ചോദിക്കാൻ വേണ്ടി ഉസ്താദ് പറയും. അപ്പൊ ഞാൻ ഉസ്താദിനെ വിളിക്കും. ഇവരെല്ലാം വളരെ തിരക്കിലുള്ള ആൾക്കാരാ, നമ്മൾ അവർക്ക് ഒരുപാട് പണി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പിടിപ്പത് പണിയുള്ള ആൾക്കാരാ. ശരി, യൂസുഫ് സാറ് ഞാൻ ഇട്ടുണ്ട്.
ഈ സ്ഥാപനം ഉദ്ഘാടനം കഴിയുമ്പോ എല്ലാവരും തിരക്ക് കുറയോ? എങ്ങനെ? അതിന്റെ സ്ഥാപനം ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് തിരക്കൊക്കെ വന്നു കുറയോ? കഴിയുമ്പോൾ അന്നേരം തിരക്ക് കൂടും. അന്നേരം നിങ്ങളിൽ തിരക്ക് നിങ്ങളിൽ കൂടത്തേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇതിന്റെ തിരക്ക് കുറയുള്ളൂ. ഇൻഷാ അല്ലാ. ഒന്നും കുറയൂല ഉസ്താദ്. അന്നേരം ഒന്നും കൂടെ തിരക്ക് കൂടത്തേ ഉള്ളൂ. അൽഹംദുലില്ലാ, നമുക്കൊരു തിരക്ക് ഫുൾ ടൈം കൂടട്ടെ. ഒരു അധ്യാപകനെ വേണം, ഒരു അധ്യാപികയെ വേണം. ഇപ്പോൾ തന്നെ നമുക്കൊരു ഹിഫ്ള് നോക്കാൻ ഒരാളെ വേണം. നമ്മൾ സെക്രട്ടറിയൽ വർക്ക് നോക്കാൻ ഒരാൾ വേണം. ഒരു 12 ആളുടെ പണി ഇപ്പോഴുണ്ട്. അത് ഒരാളുടെ പണി ഞാൻ ചെയ്തോളാം എന്ന് പറയും. 24 hours ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അല്ല 1 hour 2 hour അയ്യോ, ഒന്നുമല്ല. ഇന്ന് പഠിച്ചോനെ 2 കുട്ടികളുണ്ട് ഉസ്താദ് അവിടെ. ചെയ്തുതരാനൊക്കെ ജോ നല്ല ആഗ്രഹമുണ്ട് ഉസ്താദേ. വീട്ടിലെ 12 ആളുടെ പണി ജോലിയൊന്നും ഇപ്പോഴുണ്ട്. നടക്കൂല. ഈ 12 ആളുടെ പണിയാണ് യൂസുഫും ഞാനും വേറെ 5-8 ടീച്ചേഴ്സ് ഉണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാഷാ കുറെ അല്ലാ. അല്ലാഹ് രണ്ട് പേര് എളുപ്പാക്കി തരട്ടെ. മെന്റേഴ്സ് അള്ളാ എളുപ്പാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തരട്ടെ. കേട്ടോ. അവരെല്ലാം ഏ നമ്മൾ മാനേജ് ചെയ്യാത്ത രീതിയിലാണ് മെന്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസുഫിനെ ഞാൻ മാനേജ് ചെയ്യുന്നില്ല. യൂസുഫ് സ്വതന്ത്രമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹ് പുറത്തു തരട്ടെ. നമ്മുടെ സ്ഥാപനം ഇപ്പൊ ഒരു ഇത് വന്നേക്കുന്നല്ലോ. ഇപ്പൊ ഉള്ള ഉസ്താദ് ഇട്ടും തോന്നല്ലോ 27-28 സീസൺ 103-ാമത്തെ എന്തോന്ന് കാണുന്നുണ്ട്. ആ ഇപ്പൊ ഇട്ടാണോ ഉസ്താദ്? ഇപ്പൊ ഞാനൊന്നും ചെയ്തില്ല. ഇപ്പൊ ക്ലാസ് ഉള്ളെങ്കിൽ വേറെ ലിങ്കിലേക്കൊന്നും പോകില്ല. അല്ല, ഇപ്പൊ ഒരെണ്ണം വന്നേക്ക 103-ല്. ആരെങ്കിലും ഇട്ടിട്ടുണ്ടാവും. സാറില്ല, ഉസ്താദ് ആയിക്കോട്ടെ. അവസാനിപ്പിക്കട്ടെ. ഓക്കെ. അള്ളാഹു നമ്മുടെ ഒക്കെയും പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. നമ്മുടെ ഈ ആമീൻ. സാങ്കേതിക വിദ്യകളൊക്കെയും പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ സാങ്കേതിക വിദ്യകളെ കുറയ്ക്കുക എന്നതാണ്. പല സാങ്കേതിക വിദ്യകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ നമ്മൾ സാങ്കേതിക വിദ്യക്ക് അഡിക്റ്റ് ആകാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴും അത് അതിൻ്റേതായ ആവശ്യകതയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ. നമുക്കറിയാം, നമ്മൾ കത്തി ഏതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കും, ഏതെല്ലാം ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നത് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ വാർത്ത യഥാവിധി ശ്രദ്ധിച്ചവർക്ക് കൃത്യമായി ഞാൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യം മനസ്സിലായിട്ടുണ്ടാകും. വളരെ നിസ്സാരമായ ഒരു ഉപകരണമാണ് പേജർ എന്ന് പറയുന്ന സംഭവം. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. പേജർ പേജറിന്റെ വാർത്ത കേട്ടാറുണ്ട്? ന്യൂസിനകത്ത് പറഞ്ഞ പേജർ എന്ന് പറയുന്നത് ഇത്രയുള്ള സാധനമാണ്. ഏകദേശം ഇത്ര ഉണ്ടാവുള്ളൂ. അതെന്ത് ചെയ്യും? പോക്കറ്റിലോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിലോ എവിടെയെങ്കിലും സൈഡിലിങ്ങനെ പെന്നു പോലെ കുത്താവുന്ന സംഭവം ഉണ്ടാവും. ഇതിൽ SMS ഉപയോഗിക്കുക, അല്ലെങ്കിൽ മിസ് കോൾ ചെയ്യാം. മിസ് കോൾ പോലെ. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന ആളെ സമയത്തോളം എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പോയ ആളിനെ തിരിച്ച് വിളിക്കാൻ കോണ്ടാക്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? അപ്പോൾ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പും കാർ ഫോൺ നിലവിൽ വരുന്നതിന് മുമ്പ്, മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് കാർ ഫോൺ ഉണ്ടായിരുന്നു. ആ കാർ ഫോൺ ഈ 2 ഫോണും സംവിധാനം വരുന്നതിന് മുമ്പാണ് ഈ സംവിധാനം ഉണ്ടായിരുന്നത്. ആ സംവിധാനം എന്ത് ചെയ്യും? ആ സമയത്ത് അപ്പോൾ വീട്ടിലെ ഫോണിൽ നിന്ന് എന്ത് ചെയ്യാം? അതിലേക്ക് വിളിക്കാം, അതിലേക്ക് ഡയൽ ചെയ്യാം. ഡയൽ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു എന്നവർക്ക് മനസ്സിലാവും. അതായത് ഏത് നമ്പറിൽ നിന്നാണ് ഡയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ടെലിഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൾ സെൻറ്ററിൽ നിന്ന് എവിടെന്നെങ്കിലും ഫോണുള്ള സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് അന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്ന സംവിധാനം. SMS സംവിധാനവും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. SMS സംവിധാനം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഗൾഫിൽ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇതായിരുന്നു. എന്നാൽ ഉടനെ തന്നെ മൊബൈൽ വന്നു. പിന്നെ കാർ ഫോണും മൊബൈൽ ഫോണൊക്കെ അന്ന് വന്നിരുന്നു. പക്ഷേ എങ്കിലും വ്യാപകമായിട്ടും പേജർ ഉപയോഗിച്ചിരുന്ന സംവിധാനം. അപ്പോൾ അതിനെന്ത് ചെയ്തു? അതിനുപയോഗിച്ചു. അതിനെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ മാരകമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ദുരുപയോഗം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ വലിയ പാഠമാണ്. നമ്മളെ കയ്യിരിക്കുന്ന ഫോണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇവർ എന്ന് പറയുന്ന അവരുടെ ഇപ്പം മരണപ്പെട്ട വ്യക്തികൾ അവരാരാകട്ടെ എന്താകട്ടെ, അവരുടെ ആശയവും സംവിധാനവും ഒന്നുമല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതും. അത് പിന്നെ എന്താണ്,
അവരുടെ രീതിയും ശാസ്ത്രമൊന്നുമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതും അതിനൊന്നുമല്ല നമ്മൾ അനുകൂലിക്കുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നത്. പറയുന്നത് പറഞ്ഞാൽ അവരുടെ ശത്രുക്കളാണ് ബാക്കി എല്ലാവരും. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെയ്ത ആൾക്കാരെല്ലാം എന്താണ് അവരുടെ ശത്രുക്കളാണ്. അപ്പോൾ അവരുടെ ശത്രുക്കൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരുടെ ശത്രുക്കൾ നിർമ്മിച്ച ഉപകരണങ്ങൾ അവർ വാങ്ങി. അവർക്കറിയില്ല അവരുടെ ശത്രുക്കളാണ് ആ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ അവരുടെ ഉപകരണങ്ങൾ അവർ ശത്രുക്കൾ ഉണ്ടാക്കിയ ഉപകരണങ്ങളാണ് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളുടെ സേനാനികൾക്ക് നൽകിയിരിക്കുന്നത് എന്നറിയാത്ത രീതിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ് അവർ വിതരണം ചെയ്യുകയും അത് ഉപയോഗിച്ചവർ എന്താ പറയുക ഒരു സെക്കൻഡിൽ ഒരേ സമയം അവരെല്ലാവരും അത് പൊട്ടിത്തെറിച്ച് അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ ഈ കയ്യിലിരിക്കുന്ന ഉപകരണത്തിലൂടെ എന്തും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അത്രത്തോളം സൂക്ഷിക്കുക. അതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ ഇസ്ലാമിസ്റ്റുകളും പറഞ്ഞിട്ടിരിക്കുന്ന സംഭവമാണ്. നമ്മൾ സാങ്കേതിക വിദ്യകൾ പരമാവധി കുറയ്ക്കുക. നമ്മൾ എത്ര നാൾ നമ്മൾ ആഴ്ച ഒരു ദിവസം നോമ്പ് പിടിക്കും അല്ലേ? ആഴ്ച ഒരു ദിവസം നോമ്പ് പിടിക്കും, ചില 2 ദിവസം നോമ്പ് പിടിക്കും, ചില മാസത്തിൽ 3 ദിവസം നോമ്പ് പിടിക്കും, ചില അധികവും നോമ്പ് പിടിക്കും. മാസത്തില് 3 എണ്ണം 13 പക്ഷെ അപ്പം നമ്മൾ ആഴ്ചയിൽ എത്ര ദിവസം ഫോണില്ലാതെ ജീവിക്കാൻ പറ്റും? ആഴ്ച എത്ര ദിവസം നമ്മൾ വാട്സപ്പില്ലാതെ ജീവിക്കാൻ പറ്റും? വിചാരിച്ച് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ നോക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ മാത്രമേ നോക്കുള്ളൂ. ഏതായിരുന്നാലും നമ്മൾ എത്ര സമയം നോക്കുന്നു, എത്ര ദിവസം എത്ര സമയം നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കി നിൽക്കാൻ പറ്റും? നമ്മൾ പഠിക്കേണ്ടതാണ്. അതില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പം ഇതൊരു നമ്മൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെക്കുറിച്ച് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പം ഇവർ കൊടുത്തിരിക്കുന്ന അവരുടെ ഈ പറഞ്ഞ ഇന്ന് അപകടത്തിൽപ്പെട്ട വിഭാഗത്തിൻ്റെ നേതാവ് പറഞ്ഞതാണ്, നിങ്ങൾ ആരും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, പകരം എന്ത് ചെയ്യണം? നിങ്ങൾ പേജർ ഉപയോഗിക്കണം. അപ്പം പേജർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? അപ്പോൾ പേജർ ഉണ്ടാക്കിയാൽ അത് വാങ്ങുന്നത് ആരാണ്? ഈ വിഭാഗം ആൾക്കാർ മാത്രമേ വാങ്ങുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. അപ്പം എന്ത് ചെയ്തു? അവർ പേജർ ഉണ്ടാക്കി ഇത് വിൽപ്പന നടത്തി. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു? അതിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അത് ഒരേ സമയത്ത് ജ്വലിപ്പിക്കാൻ പറ്റിയ രീതിയിൽ, കത്തിക്കാൻ പറ്റിയ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുകയും ചെയ്തു. അപ്പം അതേ സംവിധാനങ്ങൾ അവർക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ശത്രുക്കൾക്ക് അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയവിനിമയം നടത്തുന്നതും തീരുമാനങ്ങളും ഒക്കെയും ഇതിൽ നമ്മുടെ ശത്രുക്കൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയും അതിന് പ്രതിവിധിയായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രതികരണമായി അല്ലെങ്കിൽ പ്രതിവിധിയായി നമ്മൾ ആ തീരുമാനങ്ങൾ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റും, അതിനെങ്ങനെ നേരിടാൻ പറ്റും എന്ന് ശത്രു ആലോചിച്ചു കൊണ്ടിരിക്കുകയും അതിന് ഓൾറെഡി അവർ നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ച പദ്ധതി അല്ലെങ്കിൽ നടപ്പിലാക്കാൻ അവർ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അവർ നേരത്തെ മുൻകൂട്ടി തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒന്നാം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين. للقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.